പ്രധാനപ്പെട്ട ദൃശ്യമാത്രമാണ് CNN-IBN അന്നത്തെ ദിവസം രാത്രി 9 മണിക്കുള്ള അവരുടെ പ്രൈം ടൈം എഡിറ്റോറിയൽ ബുള്ളറ്റിൻ എടുത്തത്, ചർച്ചയ്ക്കെടുത്തത് കേരള ഹൗസിൽ പോലീസ് കയറിയതാണ്. അതായിരുന്നു ടൈംസ് നൗ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലാണ്. കേരള ഹൗസിലെ പോലീസ് നടപടി ടൈംസ് നൗ ചർച്ചയ്ക്കെടുത്തു. എന്തിനേറെ പറയും, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ BBC അന്തർദേശീയ മാധ്യമമാണ്. ആ BBC എന്ന ചർച്ചയ്ക്കെടുത്തു, പ്രത്യേക വാർത്തയാക്കി പ്രാധാന്യത്തോടെ. ഡൽഹി കേരള ഹൗസിൽ പോലീസ് നടപടി. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 48 മണിക്കൂർ നേർപ്പിട്ടില്ല. 48 മണിക്കൂർ കഴിഞ്ഞ് പത്രക്കാരെ വേറൊരു ആവശ്യത്തിന് കണ്ടപ്പോൾ പത്രക്കാര് അണ്ണാക്കിലോട്ട് മൈക്കുത്തി കേട്ടിട്ട് ചോദിച്ചു, അല്ല ഉമ്മൻചാണ്ടി, ഈ കേരളത്തിൽ മിണ്ട താങ്കൾ മാത്രമേ ഉള്ളൂ, ഈ വിഷയത്തിൽ ഒന്ന് മിണ്ടിക്കൂടെ? അപ്പൊ പറഞ്ഞു, ഞാനൊരു കത്ത് എഴുതിയിട്ടു. ആ കത്തിൽ എന്താ ഉള്ളേ? ആർക്കാ കത്ത് എഴുതിയേ? കത്തിലുള്ളത് എനിക്കും അദ്ദേഹത്തിനും മാത്രമേ ഉള്ളൂ. ആരാധന മോഡി. ഉമ്മൻചാണ്ടിന്റെ കത്ത് മോഡിക്ക്. ഏത്? കേരള ഹൗസിൽ കയറിയിട്ട് പോലീസ് എല്ലാം റെഡിയാക്കിയിട്ട് പോയപ്പോഴാണ് ഈ മലയാളിയുടെ ആത്മാഭിമാനത്തെ നരേന്ദ്രമോദി സർക്കാർ ചോദ്യം ചെയ്ത നിമിഷങ്ങളിൽ ശക്തമായ പ്രതികരിക്കാനുള്ള നട്ടല്ലുറപ്പ് പോലുമില്ലാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി ലോകവും രാജ്യവും ചർച്ച ചെയ്തപ്പോൾ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിന്നു ഉമ്മൻചാണ്ടി. കത്തെഴുതുന്ന എന്തിനകത്ത് ഇന്ന് വരെ കേരളത്തിലെ ഒരു മാധ്യമത്തിന് കിട്ടിയിട്ടില്ല. കത്തെഴുതാവളെ ആർക്കറിയില്ല. അതെന്താണെന്നറിയോ? ഈ അടുത്ത കാലത്ത് ബോക്സ് ഓഫീസ് ഹിറ്റ് ആയ ഒരു സിനിമയുണ്ട്. സിനിമയുടെ പേര് എന്നു നീന്റെ മൊയ്തീൻ എന്നാണ്. എന്നു നീന്റെ മൊയ്തീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അനശ്വരമായ പ്രണയഗാഥയാണ് മൊയ്തീന്റെ കഥ. മൊയ്തീനും കാഞ്ചനമാലയും തമ്മിൽ കത്തെഴുതാറുണ്ടായിരുന്നു. ആ കത്ത് ഒരു പ്രത്യേക കോഡ് ഉപയോഗിച്ചിട്ടാണ്. കാഞ്ചനമാല എഴുതുന്നത് മൊയ്തീനെ വായിക്കാൻ പറ്റൂ, മൊയ്തീൻ എഴുതുന്നത് കാഞ്ചനമാലയ്ക്ക് വായിക്കാൻ പറ്റൂ. മറ്റൊരാൾ കണ്ടാൽ പോലും അത് വായിക്കാൻ പറ്റില്ല. അതുപോലൊരു കത്താണ് ഉമ്മൻചാണ്ടി എഴുതിയത്. ഉമ്മൻചാണ്ടി എഴുതി എന്താണ് ഉമ്മൻചാണ്ടിക്ക് അറിയാം, പിന്നെ അത് വായിക്കുന്ന മോഡിക്ക് അറിയാം. മോഡി എന്താ എഴുതുന്നത് ഉമ്മൻചാണ്ടിക്ക് അറിയാം. കാഞ്ചനമാല മൊയ്തീൻ എഴുതിയത് പോലെയാണ്. കത്തെഴുതി കളിക്കുക. അങ്ങനെയാണ് വേണ്ടത്. അന്തസ്സോടെ നിലപാടെടുക്കണ്ടേ? എല്ലാ വർഗീയതക്കെതിരെയും നിലപാടെടുക്കണ്ടേ? ഏത് വർഗീയതക്കെതിരെ? ഈ കേരളത്തിന്റെ ചരിത്രം എന്താണ്? ജാതിഭേദം, മതദേശം ഏതുമില്ലാതെ സർവരും സോദരത്തെ വാഴുന്ന മാതൃകാ സംസ്ഥാനമാണ്. 1888 അരുവിപ്പുറമാറ്റിൽ മുങ്ങിനുവർ എഴുന്നേറ്റു കയ്യിൽ തടഞ്ഞ ഒരു കല്ലും കഷണം എടുത്ത് ഉയർത്തിപ്പിടിച്ച് ഞാൻ എന്റെ ശിവനെ പ്രതിഷ്ഠിക്കുകയാണെന്ന് പറഞ്ഞ് ശിവപ്രതിഷ്ഠ നടത്തിയ ശ്രീനാരായണ ഗുരുദേവന്റെ നേർക്ക് വിരൽ ചൂണ്ടി ആ തലച്ചു കടന്നു വന്ന അന്നത്തെ ജന്മിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, ഞാൻ പ്രതിഷ്ഠിച്ചത് എന്റെ ശിവനെയാണ്, നമ്മുടെ ശിവനെയാണ്. എന്നിട്ടവിടെ കയ്യിൽ തടഞ്ഞ ഒരു ചെറിയ കല്ലുകൊണ്ട് കോടിയിട്ടു. ചരിത്രത്തെ പിടിച്ചു കൊടുക്കിയ മലയാളക്കലയുടെ പുതിയ കാലഘട്ടത്തിന്റെ നവോത്ഥാനത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന മുദ്രാവാക്യം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തിനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ആ ആത്മാവാണ് ഈ മലയാളിയുടെ മനസ്സിൽ തൊട്ടുറങ്ങുന്നത്. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി അർദ്ധരാത്രി ഇന്ത്യ ലോകം ഇറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് മിഴുതുറന്നെഴുന്നേറ്റു. സ്വാതന്ത്ര്യം കിട്ടി. കാലം മുന്നോട്ട് കടന്നു പോകവേ ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എത്രയെത്ര അഗ്നിപരീക്ഷണങ്ങളെ നേരിട്ടു. 1992 സംഘപരിവാർ RSSകാർ ബാബരി മസ്ജിദ് തകർത്തെറിഞ്ഞു. രാജ്യമൊട്ടുക്കും വർഗീയ കലാപങ്ങൾ ഉണ്ടായി. നമ്മളെത്രയോ സിനിമകളിൽ കണ്ടു. സിനിമകൾ കണ്ടിരിക്കുമ്പോൾ പോലും സഹിക്കാനാകാത്ത പരീക്ഷണങ്ങൾ. കൂട്ടത്തോടെ ചുട്ടരിക്കപ്പെട്ട മനുഷ്യ ഹിന്ദു മുസൽമാനെയും മുസൽമാൻ ഹിന്ദുവിനെയും തേടി വേട്ടയ്ക്ക് പുറപ്പെട്ട ഇന്ത്യയുടെ അഗ്നി പരീക്ഷണത്തിന്റെ ദിനരാത്രങ്ങളിൽ ഒരിക്കൽ പോലും കാൽടറിയില്ല. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും കേരളത്തിൽ കാരണം ഈ മലയാളിയുടെ ഈ കേരളത്തിന്റെ ആത്മാവിനെ താരാട്ടുപാടി ഉറക്കിയിരുന്നത് മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ ഉൾപ്പെടെയുള്ള ഈ കേരളത്തിന്റെ നവോത്ഥാന നായകർ കൊളുത്തിവെച്ച ദീപശിഖയായിരുന്നു. നമ്മളെ നയിച്ചതായിരുന്നു. വർഗീയതക്കെതിരെ നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ RSS ഭരിക്കുന്നു. 1925 RSS ഉണ്ടാകുന്നത്. 12 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ അവരുടെ ശാഖാപ്രവർത്തനം RSS ആരംഭിച്ചു. ഗുജറാത്ത് അവർ കീഴടക്കി, ഉത്തർപ്രദേശ് അവർ കീഴടക്കി, കർണാടക അവർ ഭരിച്ചു, രാജസ്ഥാൻ അവർ കീഴടക്കി,
ഇന്ന് ഇന്ത്യ ഭരിക്കുന്നു. പക്ഷേ നമ്മുടെ ഈ നാലതിരുകൾക്കുള്ളിലേക്ക് മാത്രം ഗുജറാത്തിൽ വെറുതെ നടത്തിയ പരീക്ഷണം, യു പിയിൽ നടത്തിയവർ വിജയിച്ച പരീക്ഷണം എന്തേ വിജയിച്ചില്ല? എന്തേ തിരിച്ചെടുക്ക കൊണ്ട് തുറക്കാനായില്ല? ഇവിടെ മാത്രമല്ല, പശ്ചിമ ബംഗാളിൽ, ത്രിപുരയിൽ എന്തേ പറ്റിയില്ല? എന്ത് സാധിച്ചില്ല? ഇടതുപക്ഷത്തിന്റെ കരുതാണ്. അങ്ങനെ കരുത്തോടെ നിന്നത് കൊണ്ടാണ് മുതുമലയിൽ ഇപ്പോഴും ശാന്തിയും സമാധാനവും ഉള്ളത്. ഹിന്ദു മുസൽമാനെയും, മുസൽമാൻ ഹിന്ദുക്കളെയും സംശയിക്കാത്ത ഒരവസ്ഥയിൽ അത് മാറി. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? എല്ലാ വർഗീയവാദികൾക്കും മഹാത്മ്യം. മുസ്ലിം മതതീവ്രവാദ പ്രസ്ഥാനമുണ്ട്, അപ്പുറത്ത് മതതീവ്രവാദ പ്രസ്ഥാനം. ആ മതതീവ്രവാദ പ്രസ്ഥാനങ്ങളെ നിലക്ക് നിർത്താൻ ഇക്കഴിഞ്ഞ 5 വർഷം ഉമ്മൻചാണ്ടി കൃത്യനായി. ഞങ്ങൾക്കെതിരെയാണ് UAP, ഞങ്ങൾക്കെതിരെ. എന്തേ? മതതീവ്രവാദവും വർഗീയ ശക്തികളെയും അമർച്ച ചെയ്യുന്നതിനും കലാപം അമർച്ച ചെയ്യുന്നതിനും UAP ചുമത്തുന്നില്ല. ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവാണ് സഖാവ് PJ രാജൻ. UAP ചുമത്തി നിങ്ങൾ? സഖാവ് കൊടിയേരി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ഈ UAP ചുമത്താമായിരുന്നു. ഞങ്ങൾക്ക് അന്നുമുണ്ടായിരുന്നു ഈ നിയമം. ഞങ്ങൾ 2 കേസുകളിലാണ് UAP ചുമത്തിയത്. ഏത് കേസ് അറിയോ? ഒന്ന്, ഈ കേരളത്തിലെ മുസ്ലിം കുടുംബങ്ങളിലെ ചെറുപ്പക്കാരുടെ മനസ്സിൽ വേദമന്ത്രമോദി കയറ്റി അവനെ വർഗീയതയുടെ മന്ത്രമോദി, വർഗീയതയുടെ വിഷധൂളികൾ ശ്വസിപ്പിച്ച് ഇന്ത്യക്ക് പുറത്ത് കൊണ്ടുപോയി പാകിസ്ഥാന്റെ സൈനിക റിക്രൂട്ട്മെന്റ് ക്യാമ്പിലേക്ക്, തീവ്രവാദ റിക്രൂട്ട്മെന്റ് ക്യാമ്പിലേക്ക് എത്തിച്ചു കൊടുത്ത തടിയൽക്കവിടെ നസീറിനെതിരെ കേരളത്തിലെ ആദ്യത്തെ UAP കേസ് ചുമത്തുമ്പോൾ ഭരണക്കസേരയിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ പേര് സഖാവ് VS സച്ചിദാനന്ദനും ആഭ്യന്തരമന്ത്രിയുടെ കസേരയിലുണ്ടായിരുന്ന നേതാവിന്റെ പേര് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ എന്നുമായിരുന്നു. വർഗീയതക്കെതിരായ ഞങ്ങളുടെ നിലപാടാണ്. രണ്ടാമത്തെ കേസ് TJ ജോസഫ് എന്ന അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിയെടുത്ത് 3.5 കോടി മലയാളിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ അന്നെടുത്തു കേസ് UAP. അതാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങളെന്തേ അന്ന് ഞങ്ങളുടെ ഏതെങ്കിലും രാഷ്ട്രീയ എതിരാളിയെ പ്രാക്കാനുള്ള ആയുധമായി എടുത്തില്ല. നിങ്ങളിന്ന് ഞങ്ങൾക്കെതിരെ ഇതിനെ ഉപയോഗിക്കുമ്പോൾ ഈ കേരളത്തിലെ മതതീവ്രവാദ പ്രസ്ഥാനത്തിന് മുമ്പിൽ നിങ്ങൾ നിശബ്ദരാണ്. ഈ കേരളത്തിലെ വർഗീയത പടർത്താൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ നിങ്ങൾ നിശബ്ദരാണ്. എവിടം വരെ എത്തി? എന്തുകൊണ്ടാണ് ഈ വേദിയിൽ ഇത്രയും സമയമെടുത്തത് പറയേണ്ടി വന്നത്? എന്തിനാ പറയേണ്ടി വന്നേ? കോഴിക്കോട് DYFയുടെ ദേശീയ നേതാവ് സഖാവ് PA മുഹമ്മദ് റിയാസ് പങ്കെടുക്കുന്ന റിപ്പോർട്ടർ TVയുടെ ഒരു ഡിസ്കഷൻ പ്രോഗ്രാം. സ്വാഭാവികമായി ഇത്തരം ഡിസ്കഷൻ ജനക്കൂട്ടത്തിന്റെ നടക്കുമ്പോൾ തർക്കം വരും. അങ്ങനെ തർക്കം മൂത്തപ്പോ RSS പറയാ, എടാ പാകിസ്ഥാനിൽ പോടാ. റിയാസിനോടെ ആ ചർച്ച നയിച്ചത് പ്രമുഖനായ മാധ്യമ പ്രവർത്തകൻ നിഷാദ് റാവുത്തർ. ഞാൻ നിഷാദിനെ വ്യക്തിപരമായി കണ്ടിരുന്നു. ഞാൻ ചോദിച്ചു, എന്താ സംഭവിച്ചത്? ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് നിഷാദ്. വീണ്ടും ആവർത്തിക്കുകയാണ്, പാകിസ്ഥാനിൽ പോടാ. എന്താ മെസ്സേജ്? തീരുന്നില്ല. അടുത്ത ടെലികാസ്റ്റിംഗ് വരാൻ പോകുന്നതേ ഉള്ളൂ. പാലക്കാട് വെച്ച് പ്രക്ഷേപണം ഷൂട്ട് ചെയ്ത കൈരളി ടിവിയുടെ പടക്കളം പരിപാടി അത് നയിക്കുന്നത് സൗമ്യ എന്ന പെൺകുട്ടിയാണ്, തിരുവനന്തപുരത്ത്. ആ സൗമ്യയാണ് അത് നയിക്കുന്നത്. പാലക്കാട് വെച്ച് തർക്കം മൂത്തപ്പോ BJPക്കാർ പറയാ, നിങ്ങളൊരു ഹിന്ദുവല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ ഇത് പറയാൻ തോന്നുന്നു. സൗമ്യ തിരിച്ചു പറഞ്ഞു, ഞാൻ ഒരു മനുഷ്യനാണ്. അതാണ്. വേറൊരാൾ KC അബു, കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ്, കോഴിക്കോട്ട് പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗം? ഈ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി വിജയിച്ചാൽ എതിർ സ്ഥാനാർത്ഥിയും ഇപ്പോഴത്തെ കോഴിക്കോട് കോർപ്പറേഷൻ മേയറുമായ VKC മുഹമ്മദ് കോയ തോറ്റാൽ VKC മുഹമ്മദ് കോയ തിരിച്ച് മേയർ സ്ഥാനത്ത് തുടരും. ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥി MLA ആകും. അങ്ങനെ വന്നാൽ മേയറും മുസ്ലിമാവും, ഇപ്പുറത്ത് MLA മുസ്ലിമാവും. ആലോചിച്ചൊക്കെ കേരളത്തിന്റെ മതേതരത്വത്തിന് ഇത് ഭൂഷണമാണ്. ജാതിയും മതവും മറന്ന കാലം മാറി. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വോട്ട് ചോദിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഭാരതീയ ജനതാ പാർട്ടിയും തയ്യാറാകുമ്പോൾ അഭിമാനത്തോടെ, അന്തസ്സോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നാടിനോട് പറയുന്നു, മതം ചോദിക്കാത്ത, ജാതി വിവേചനമില്ലാത്ത ഒരു കേരളത്തിന് വേണ്ടി, മതനിരപേക്ഷമായ കേരളത്തിന് വേണ്ടി ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിലോട്ട് രേഖപ്പെടുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരം എത്തിക്കണം. ഒരു വർഗീയവാദിയെയും വെച്ചുപുറപ്പിക്കില്ല. മതം പറയുന്ന, ജാതി പറയുന്ന, വർഗീയതയുടെ പുറകെ പോകുന്ന ഒരു വർഗീയവാദിയെയും ഈ കേരളത്തിൽ വെച്ചുപുറപ്പിക്കില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതാണ് ഞങ്ങളുടെ നിലപാട്.
ഈ കേരളം നാളെ ഉണ്ടാവണേ. ഇലക്ഷനൊക്കെ വരുമ്പോൾ വീണ്ടും ഒരു ഇലക്ഷൻ. കേരളം ഉണ്ടാവണമെങ്കിൽ ഇവിടെ സമാധാനം ഉണ്ടാവണം, കലാപം ഉണ്ടാകാൻ പാടില്ല, ഇവിടെ വിലക്കയറ്റം ഉണ്ടാകാൻ പാടില്ല. ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ് ചർച്ച ചെയ്യേണ്ടത്. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ എന്ത് ചെയ്തു? 5 വർഷം ഒറ്റ കാര്യം ചെയ്തില്ല. മാവേലി സ്റ്റോർ, ത്രിവേദി സ്റ്റോർ, നീതി സ്റ്റോർ വല്ലതും കിട്ടുന്നുണ്ടാ? എല്ലാം പോയില്ലേ? ഞങ്ങളുടെ ഭരണം 5 വർഷക്കാലം വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ ഒരു മാന്ത്രിക ദണ്ഡും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ ഇടപെട്ടു. മാവേലി സ്റ്റോറിലുള്ള സാധനം കിട്ടി, റേഷൻ കടകളിൽ നിങ്ങൾക്ക് സാധനം കിട്ടി, സഹകരണ സ്റ്റോറുകൾ ഞങ്ങൾ വിശേഷ കാലങ്ങളിൽ തുറന്നു വെച്ചു. ഇപ്പൊ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറ. നിങ്ങൾ കടയിൽ പോയി പറ്റുമുക്ക് വെച്ച് സാധനം വാങ്ങി തുടങ്ങിയതിൽ പിന്നെ ഏറ്റവും വില കൂടുതൽ വില കൊടുത്ത് സാധനം വാങ്ങേണ്ടി വന്നത് ഈ കാലയളവിലല്ലേ? എന്തെങ്കിലും അടുത്ത വിലക്കയറ്റല്ലേ? റബ്ബറിന്റെ വരുമാനം കൊണ്ടാണ് സാധനം വാങ്ങിക്കാൻ പോയത്. റബ്ബറിന്റെ വരുമാനം എന്ന് വെച്ചാല് റബ്ബർ വെട്ടുകാരന് കാശ് കൊടുക്കാൻ പട്ടിപ്പലിശക്കാരന് പൈസ കൊടുത്തിട്ട് നിൽക്കുക. അവൻ തന്നാലേ റബ്ബർ വെട്ടുകാരന് പൈസ കൊടുക്കാൻ പറ്റും. അപ്പോഴാണ് സാധനത്തിന്റെ വില കുതിച്ചു കയറുക. മാവേലി സ്റ്റോർ ശൂന്യം, ത്രിവേദി സ്റ്റോർ ശൂന്യം. വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ അതിലിടപെടേണ്ട വകുപ്പാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ്. ഈ വകുപ്പിൽ ഈ ഗവൺമെന്റ് കൂട്ടത്തിലുള്ള ഒരു മന്ത്രിയുണ്ട്, പേര് അനൂപ് ജേക്കബ് എന്നാണ്. അയാളുടെ പ്രായത്തെക്കാൾ കൂടുതൽ കേസുകളിൽ, വിജിലൻസ് കേസുകളിൽ പ്രതിയാണ്. അഴിമതി കേസുകൾ. ആദ്യമായിട്ട് മന്ത്രിയാവാം, ആദ്യമായിട്ട് ജനപ്രതിനിധിയാവാം. ഉടനെ മന്ത്രിയായി. റേഷൻ കടക്കാരിൽ നിന്ന് മാസപ്പടി പിരിക്കാമെന്ന് കേരളത്തിൽ കാട്ടുകൊടുത്ത മന്ത്രിയാണ്. എന്തെങ്കിലും ചെയ്തു. ഞങ്ങൾ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ എന്തെല്ലാം ചെയ്തു. തൊട്ടപ്പുറത്ത് നെടുമങ്ങാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ അരിവാൾ നെൽക്കതിരടയാളത്തിൽ ഒരാൾ മത്സരിക്കുന്നുണ്ട്, പേര് സി ദിവാകരൻ. കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി സർക്കാരിന്റെ കാലത്ത് സഖാവ് സി ദിവാകരനായിരുന്നു ഞങ്ങളുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി. വിലക്കയറ്റമില്ലാതെ കടന്നുപോയി 5 വർഷം ഈ കേരളത്തിൽ ഞങ്ങൾ സമ്മാനിച്ചു. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് പുതിയ പ്രകടന പത്രികയിൽ നിങ്ങളോട് വോട്ട് ചോദിച്ചു. നിങ്ങളുടെ വീട്ടുപടിക്കലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കടന്നു വരുമ്പോൾ ഞങ്ങൾ അന്തസ്സോടെ അഭിമാനത്തോടെ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. ഞങ്ങളുടെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി പറയുന്നു, പ്രിയപ്പെട്ടവരെ, മെയ് മാസം 16 തിരഞ്ഞെടുപ്പ്, മെയ് മാസം 19-ാം തീയതി റിസൾട്ട് വരും. 19 റിസൾട്ട് വന്ന് ദിവസങ്ങൾക്കകം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് സത്യവാചകം ചൊല്ലി അധികാരമേറ്റെടുത്താൽ അധികാരമേറ്റെടുക്കുന്ന ദിവസം മുതൽ എണ്ണിക്കൊണ്ട് 5 വർഷം ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത് വരെ വിലക്കയറ്റമുണ്ടാകാതെ 5 വർഷം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ട് ചോദിക്കുകയാണ്. അന്തസ്സോടെ വോട്ട് ചോദിക്കുക. അതാണ് ഞങ്ങളുടെ വാഗ്ദാനം. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോ മാവേലി സ്റ്റോർ, ത്രിവേദി സ്റ്റോർ, നീതി സ്റ്റോർ, സപ്ലൈകോ സ്റ്റോർ, അതുവഴി ഇപ്പോഴത്തെ വിലയല്ല. ഇപ്പോഴത്തെ വില പബ്ലിക് മാർക്കറ്റിലുള്ളതിനൊക്കെ വിലയാണ്, ഈ വിലയല്ല. ഞങ്ങളൊരു വില പബ്ലിക് മാർക്കറ്റിൽ, പൊതുമാർക്കറ്റിൽ നിങ്ങൾക്ക് ഇപ്പോ അരിക്കുള്ള വിലയേക്കാൾ കുറഞ്ഞ വില, മുളകിനുള്ളതിനേക്കാൾ കുറഞ്ഞ വില, ഓരോ സാധനത്തിനും നിങ്ങളുടെ നിത്യോപയോഗ സാധനം മലയാളിക്ക് ഒഴിവാക്കാനാകാത്ത അവശ്യ സാധനങ്ങളുടെ പട്ടിക നിശ്ചയപ്പെടുത്തി ആ അവശ്യ സാധനങ്ങൾക്ക് വില നിശ്ചയിക്കും ഞങ്ങൾ. ആ വില 5 വർഷം കഴിഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം വിട്ടൊഴിഞ്ഞു കടന്നു പോകുമ്പോഴും ഒരു അനാപൈസ വർധനവുണ്ടാകാതെ നിങ്ങൾക്ക് വിലക്കയറ്റമില്ലാത്ത 5 വർഷം ഉറപ്പു നൽകിക്കൊണ്ട് അഭിമാനത്തോടെ നിങ്ങളുടെ വീട്ടുപടിയിലേക്ക് ചുറ്റിക, അരിവാൾ, നക്ഷത്രമെന്ന അടയാളവും പിടിച്ചു ഞങ്ങൾ കടന്നു വരുന്നു. വോട്ട് രേഖപ്പെടുത്തണം സഖാവ് ഡി കെ വിരളയ്ക്ക്. കാരണം കേരള നിയമസഭയിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരണം. കാരണം വിലക്കയറ്റമില്ലാതെ നിങ്ങൾക്ക് 5 വർഷം കടന്നു പോകണമെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വരണം. ഒരു വട്ടം കൂടി എങ്ങാണ് അപ്പുറത്തോട്ട് വീണുപോയാൽ ഇപ്പൊ ഉള്ളതിനൊക്കെ കൂടുതൽ കേട്ടാവും. ഇപ്പൊ ചൂരിലെടുത്ത് അടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കാം. ഇനി അടിക്കാൻ കിട്ടില്ല, ഓടും. തെരഞ്ഞെടുപ്പ് ആയതാണെങ്കിൽ അടുത്തുണ്ട്. ഇനി വോട്ടാണ്, ആ വോട്ടൊന്നും പിടിക്കാൻ പറ്റില്ല. പിന്നെ 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് വരുള്ളൂ. ചൂരിലെ കൈ കിട്ടും, ചന്തയായി അടിക്കാൻ പറ്റുള്ളൂ. അടിക്കണമെങ്കിൽ ഇപ്പൊ അടിക്കണം. ഇത് വിട്ടുപോയാൽ പിന്നെ അങ്ങ് പോകും പയ്യൻ. ഈ പയ്യൻ പിന്നെ വരുന്നത് പിന്നെ അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഒരിടത്തം കൂടി വീണ്ടും വരും. അപ്പോ 5 വർഷം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വിലക്കയറ്റമില്ലാത്ത 5 വർഷം ഞങ്ങളുടെ വാഗ്ദാനം.
സാമൂഹ്യ സുരക്ഷാ പദ്ധതികളാകെ തകർത്തത്. 39 ലക്ഷം കുടുംബങ്ങളാണ് ഈ കേരളത്തിൽ വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ കീഴിൽ പെൻഷൻ സ്വീകരിക്കുന്നത്. 1980 നയനാർ ഈ കേരളം ഭരിക്കുമ്പോഴാണ് കർഷക തൊഴിലാളിക്ക് ആദ്യമായി പെൻഷൻ ഏർപ്പെടുത്തുന്നത്. അന്ന് പലർക്കും അത്ഭുതമായിരുന്നു, കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റാം, സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്ന ഏർപ്പാടല്ല ഈ പെൻഷൻ എന്നായിരുന്നു. ഞങ്ങൾ നടത്തി കാണിച്ചു, ലോകത്തിന് മാതൃകയായി. ഇന്നിതാ 39 ലക്ഷം കുടുംബങ്ങളിലേക്ക് വിവിധ പെൻഷൻ പദ്ധതികളിലൂടെ പെൻഷൻ എത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഇരിക്കുന്ന അമ്മമാർക്ക് ആർക്കെങ്കിലും ഈ കഴിഞ്ഞ കാലത്ത് പെൻഷൻ കിട്ടി. കണ്ടകാലന്മാര് പെൻഷൻ തരുന്നില്ല എന്ന് മാത്രമല്ല, വല്യമ്മച്ചിയോട് പറയാണ്, ഏടെ പോയി വാങ്ങിക്കുന്നവളേ എന്നാ, പോയി വാങ്ങിക്കണം. ഓട്ടോറിക്ഷ കയറിയാ പോയ അമ്മച്ചി പൈസ വാങ്ങിക്കും. കിട്ടണത് ചെറിയ പൈസ, വല്ലപ്പോഴാണ് കിട്ടണത്. കുടിശ്ശികയോട് കുടിശ്ശിക. ഇത് വാങ്ങാൻ വേണ്ടി ഓട്ടോ കാശാണ്. ഓട്ടോയിലേക്ക് ഇരുത്തുക്കമായ അമ്മച്ചിമാർ പാവപ്പെട്ട വാർദ്ധക്യത്തിലേക്ക് പോകുന്ന മനുഷ്യന് കൊടുക്കുന്ന കൈത്താങ്ങാണ് പെൻഷൻ. അവൻ വീട്ടിലെ തന്നെ മുറിയിൽ നിന്നിട്ട് ടോയ്ലറ്റിലേക്ക് പോകാൻ, കക്കൂസിലേക്ക് പോകാൻ, ഒന്ന് മുൻവാതിൽ വരെ വരാൻ ചെറുകുട്ടിയുടെ മകന്റെ കൈത്താങ്ങ് വേണ്ട അമ്മയോട് UDF സർക്കാർ പറയുന്നു, പോണം, ഓട്ടോയിൽ കയറി പോയി വാങ്ങണം. ഓട്ടോയിൽ കയറി അമ്മച്ചി പോകും, കുടുങ്ങി പോകും, പോയി പെൻഷൻ വാങ്ങും. ഏതാണ്ട് മരുന്നൊക്കെ തിന്ന് കുഴമ്പൊക്കെ പുരട്ടി ഒട്ടിച്ചു വെച്ചിരിക്കുന്ന എല്ലാ അസ്ഥികളും അപ്പുകളാണ്. തിരിച്ചു വരുമ്പോഴേ നടുവേദനകൾ. നേരെ പോകുന്നത് വൈദ്യരുടെ കടയിലേക്ക്. വൈദ്യരുടെ കടയിൽ പോയി 2 കുഴമ്പ്. അപ്പൊ വൈദ്യർക്കറിയാം പെൻഷൻ വാങ്ങിക്കാൻ പോയല്ലേ. ഉമ്മൻചാണ്ടി സർക്കാർ പെൻഷൻ കൊടുത്താൽ അന്ന് വൈദ്യരുടെ കുഴമ്പിന് കച്ചവടം കൂടും. അമ്മച്ചി പോയിട്ട് തിരികെ ഓട്ടോ പോകുന്നത് കുഴമ്പ് വാങ്ങിക്കാൻ. ആ കുഴമ്പ് വാങ്ങിച്ച് തൊട്ടപ്പുറത്ത് കടയിൽ 2 കിറ്റ്കാറ്റ് വാങ്ങും. അത് ഞാൻ പറഞ്ഞില്ല. ഈ കുഴമ്പുമായിട്ട് വീട്ടിൽ പോകും. വീട്ടിൽ പോയിട്ട് പേരക്കുട്ടിയോട് പറയാനാ, പിറകിട്ട് തിരുമിത്ത കുട്ടി തിരുമണമെങ്കിൽ കുട്ടിക്ക് കൊടുക്കണ കൈക്കൂടി 2 കിറ്റ്കാറ്റ്. അതിനാണ് കിറ്റ്കാറ്റ്. അപ്പൊ കൊച്ചു പറയും, ഇനി തിരുമണം, അടുത്ത തവണ വേറെ 2 ഡയറി മിൽക്ക് വേണം. അപ്പൊ അമ്മച്ചി അടുത്ത പോകുമ്പോൾ 2 ഡയറി മിൽക്ക് വന്നു എഴുതിത്താ പോണം. അമ്മച്ചിക്കറിയില്ല ഡയറി മിൽക്ക്. അമ്മച്ചിയുടെ കാലത്ത് അരയ്ക്കാൻ മുട്ടായി അത്ര. ഉമ്മൻചാണ്ടി പെൻഷൻ കൊടുത്താൽ കുഴമ്പിനും കിറ്റ്കാറ്റിനും ഡയറി മിൽക്കിനും വില കൂടും. അതാ നിവർത്തിക്കേടിന്റെ 5 വർഷം കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ഞങ്ങളുടെ പ്രകടന പത്രികയിലെ മുഖ്യ ഇടമായി അവതരിപ്പിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരട്ടെ, LDF വരട്ടെ, എല്ലാം ശരിയാകും. ആ ശരിയാകുന്ന കൂട്ടത്തിലൊന്ന് പാവപ്പെട്ട വൃദ്ധ മാതാപിതാക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ക്ഷേമ പെൻഷനും നിങ്ങളുടെ വീട്ടുപടിക്കൽ കോളിംഗ് ബെല്ലടിച്ച് നിങ്ങളുടെ വീട് മുട്ടി നിങ്ങളുടെ കൈവാളയിൽ കൊണ്ടുതരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതിനുവേണ്ടിയാണ് ചുറ്റിക അരിവാൾ നക്ഷത്രടയാളത്തിൽ ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. അതിനുവേണ്ടിയിട്ടാ. ഒരു വട്ടം കൂടി അങ്ങനെ കൊടുത്താൽ ഇനി തിരുവനന്തപുരത്ത് പോയി വാങ്ങിച്ചോളാൻ പറയും. ഇപ്പൊ കല്ലറ പോയിട്ടാ വാങ്ങാൻ. ഒരു വട്ടം കൂടി കിട്ടിയാൽ തിരുവനന്തപുരത്ത് പോകാൻ പറയും. അത് കഴിഞ്ഞ് പിന്നെ കിട്ടിയാ ഡൽഹിയിൽ പോയി വാങ്ങിച്ചോളാൻ പറയും. അത് കഴിഞ്ഞ് പിന്നെ കിട്ടിയാ ഈ പണിയില്ല, ഈ പൈസ തരില്ല എന്ന് പറയും. അതാണ് ഉമ്മൻചാണ്ടി. ഊട്ടായിപ്പിന്റെ ഉസ്താദാണ്. അതാണ് ഉമ്മൻചാണ്ടി. കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുത്തില്ല എന്ന് മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പെൻഷൻ കിട്ടാതെ സർക്കാർ ജീവനക്കാർ തെരുവിലലയുകയും അവരിൽ ചിലർ ആത്മഹത്യ ചെയ്യുകയും ചെയ്യേണ്ടി വന്ന കാലം. അതാണ് ഈ കാലഘട്ടം. പെൻഷൻ കിട്ടാതെ സർക്കാർ ജീവനക്കാർ മരിക്കുന്ന ഒരു കാലം ആലോചിക്കുന്നു. എന്നെക്കാൾ മുമ്പ് പത്രം വായന തുടങ്ങിയ ആൾക്കാരല്ലേ നിങ്ങൾ പലരും. നിങ്ങൾ എന്തെങ്കിലും അതുപോലൊരു വാർത്ത വായിച്ചോ? ജോലി പോകുന്ന KSRTC ബസ്, ആ KSRTC ബസ്സിലെ ജീവനക്കാർ, KSRTC തൊഴിലാളി, ഡ്രൈവർ ഓട്ടിക്കാണ്. ചെറിയ പ്രായത്തിൽ വണ്ടി കയറിയതാണ്. ചെറിയ ഈ കാടുമാട് റോഡുകളിലൂടെ എല്ലാം ഓട്ടിച്ച് ഉൾപ്രദേശങ്ങളിലെല്ലാം പോയി ഒരൊറ്റ യാത്രക്കാരോടടുത്ത് പോലും യാത്ര ചെയ്ത് കൊണ്ടുപോയി KSRTC ജീവനക്കാരൻ. പെൻഷൻ പറ്റുമ്പോ അവന്റെ നടുവെടുക്കാൻ പറ്റില്ല. ഡിസ്കിന് തേയ്മാനവും രോഗവും വരാത്ത ഒരു KSRTC ജീവനക്കാരനും കേരളത്തിൽ ഉണ്ടാകില്ല. ഒരു KSRTC ജീവനക്കാരൻ പോലും ഉണ്ടാകില്ല. അങ്ങനെയുള്ള ആയിരക്കണക്കിന് KSRTC ജീവനക്കാർ അവന്റെ അധ്വാനത്തിന്റെ അവകാശമാണ് അവന്റെ പെൻഷൻ. ആ KSRTC ജീവനക്കാരന് സർക്കാർ ജീവനക്കാരന് കൊടുക്കേണ്ട പെൻഷൻ മുടക്കം ഒന്ന് പെൻഷൻ കിട്ടാതെ. പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ 22 KSRTC ജീവനക്കാർ
ആത്മഹത്യ ചെയ്ത സംസ്ഥാനത്തിന്റെ പേരാണ് ഈ കേരളം. ആ 22 ആത്മഹത്യ ചെയ്ത KSRTC ജീവനക്കാരന്റെ കുഴിമാടക്കരയിൽ നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടി വീണ്ടും ചോദിക്കുന്നു, ഒരു വട്ടം കൂടി ഭരണം വേണമെന്ന്. 22 KSRTC ജീവനക്കാർ പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്തെങ്കിൽ നാളെ മറ്റ് സർക്കാർ മേഖലയിൽപ്പെട്ടവൻ പോലും പെൻഷൻ കിട്ടാതെ, ആനുകൂല്യം കിട്ടാതെ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ സാധാരണക്കാരായ കർഷകരും അർത്ഥപട്ടണിക്കാരായ മനുഷ്യരും ഈ കടകമ്പോളങ്ങളിൽ വ്യാപാരികൾ, വ്യവസായികളായി ജീവിക്കുന്ന സാധാരണക്കാരും ഓട്ടത്തൊഴിലാളികളുമെല്ലാം എങ്ങനെയാണ് ഈ നാട്ടിൽ ജീവിക്കുക? എങ്ങനെയാണ് ജീവിക്കുക? സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കാത്ത ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ചോദിക്കാണ് ഒരു വട്ടം കൂടി. എന്തിനാണാവോ ഒരു വട്ടം? സമസ്ത മേഖലകളും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല, എനിക്ക് തെരഞ്ഞെടുപ്പ് ചുമതല പരതന്നൂരാണ്. പരതന്നൂര് ഞങ്ങളുടെ പാർട്ടി ഓഫീസിന്റെ മുമ്പിലാണ് ഓട്ടോ സ്റ്റാൻഡ്, അതിന്റെ അടുത്താണ് സ്കൂള്. ഞാനിന്നലെ അവിടെ ചെന്നിട്ടൊരു ബൂത്തിലോട്ട് പോകാൻ ഒരു ഓട്ടോ വിളിക്കാൻ നോക്കിയപ്പോൾ രാവിലെ ഒറ്റ ഓട്ടോയോടെയല്ല. അത് ചെന്താ ഓട്ടോ ഹർത്താലല്ല, ഓർമ്മയാവുന്നില്ല. നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം TK ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. സഖാവ് TK വെറുതെ ഹർത്താലത്തോടെ ഈ വേദിയിലേക്ക് നമുക്ക് ആവേശത്തോടെ, അതിലേറെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യാം. എന്റെ പ്രിയപ്പെട്ടത്, നിങ്ങളോർത്ത് നോക്കും, ഞാനിന്നലെ ഈ പടത്തന്നൂരിൽ ചെന്നിറങ്ങി ഓട്ടോ ഇല്ല. സ്കൂളിന്റെ അടുത്താണ് ഓട്ടോ സ്റ്റാൻഡ്, ഓട്ടോ ഇല്ല. ഞാൻ ചോദിച്ചു, എന്താ ഓട്ടോക്കാരനോട് പോയി? അത് ഓട്ടോക്കാരൻ 2 മണിക്കൂർ കഴിഞ്ഞു. എന്താ കാര്യം എന്ന് പറഞ്ഞു, ഇന്നലെ SSLC റിസൾട്ട് വന്ന ദിവസമായിരുന്നു. സ്കൂളിന്റെ അടുത്ത് കിടന്ന ഓട്ടോക്കാരെല്ലാം കഴിഞ്ഞ SSLC റിസൾട്ട് വന്നപ്പോ 8ഉം 10ഉം A+ വാങ്ങി ജയിച്ചേ. അതുകൊണ്ട് ഉയരുപേടിച്ച് മാനാഭിമാനം പോയെന്ന് പലരുടെ ഓട്ടോക്കാരെല്ലാം സ്കൂട്ടായി എല്ലാവരും പോയി. കാര്യം അവിടെ കിടന്നേക്ക് എനിക്കൊരു ബന്ധുണ്ട് കൊല്ലത്ത്. ഞാൻ പോയപ്പോ ആ കൊല്ലത്തെ ബന്ധുവിന്റെ വീട്ടിന്റെ അടുത്ത് വേറൊരു ആള്, അയാളുടെ പേര് രായണ്ണൻ. നല്ല പ്രായമുണ്ട്, ഓട്ടോ തൊഴിലാളിയാണ്. പണ്ടെങ്ങോ 8ാം ക്ലാസ് കണ്ട് പഠനം നിർത്തി പിന്നെ പണിക്കിറങ്ങിയതാണ്. അപ്പൊ കുടുംബക്കായിട്ട് ഇങ്ങനെ പോകാണ്. 1-2 പേരക്കുട്ടികളെല്ലാം ഉണ്ട്. രായണ്ണൻ ആകെ ഇപ്പൊ സ്കൂളുമായിട്ടുള്ള ബന്ധം 7-8 പിള്ളേരെ ഇപ്പോ എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിക്കൂടത്തിൽ കൊണ്ടാക്കും തന്റെ ഓട്ടോ റിക്ഷ. അതേ ഉള്ളൂ ബന്ധം ഇപ്പൊ പള്ളിക്കൂടായിട്ടുള്ള ബന്ധം. അല്ലാതെ പള്ളിക്കൂടത്തിൽ പഠിച്ച കാലത്ത് പോലും കയറിയിട്ടില്ല, ഇപ്പോഴും കയറാറില്ല. സ്കൂളിന്റെ വരാന്തരെ കൊണ്ടാക്കും, പിള്ളേരെ തിരിച്ചു കയറ്റും കൊണ്ടുവരും. ഇതാണ് ഏർപ്പാട്. കഴിഞ്ഞ SSLC റിസൾട്ട് വന്നപ്പോ അബ്ദുൾ റബ്ബ് പറഞ്ഞു, ഈ രായണ്ണന് 7 A+, 1 B, പിന്നെ 1 D. അപ്പോഴാണ് രായണ്ണന്റെ മനസ്സിൽ ലഡു പൊട്ടിയത്. രായണ്ണൻ പറഞ്ഞു, എന്നാ പിന്നെ മുഴുവൻ A+ന് വേണ്ടി അപേക്ഷ കൊടുത്താലോ എന്ന്. അപ്പൊ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ബൂത്ത് സെക്രട്ടറി കൂടെ ചേർന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പോക്കറ്റിൽ കുറച്ച് പൈസ ഇല്ലെന്ന് ഒരു കടലാസിൽ ഉമ്മൻചാണ്ടിന്റെ പൊതുജന സമ്പർക്ക പരിപാടിയിലേക്ക് ഒരു അഭ്യർത്ഥന എന്തെന്നാലേ പരിഗണിക്കാൻ നോക്കാം രായണ്ണ എന്ന് രായണ്ണനോട് പറഞ്ഞു. അതാണ് കേരളം. അബ്ദുൾ റബ്ബ് കേരളം ഭരിച്ചു. പിള്ളേർക്ക് പാഠപുസ്തകമില്ല, യൂണിഫോം ഇല്ല, ഉച്ചക്കഞ്ഞിയില്ല, ഓണത്തിനും ക്രിസ്മസിനും VS ഗവൺമെന്റ് കൊടുത്ത അരിയില്ല, ഒന്നുമില്ല. SSLC പരീക്ഷയെങ്കിലും പൊന്നു തമ്പ്ര നേരെ നടത്തും, അതില്ല. ഇപ്പോഴല്ലേ ഓൺലൈനും മൊബൈലും ഒക്കെ വന്ന്. മുമ്പെന്താ SSLC റിസൾട്ട് വരുമ്പോ ഈ മുതിർന്ന സ്കൂളിന്റെ മുമ്പിലത്തെ ട്യൂട്ടോറിയല് തലേ ദിവസം നടന്നിരിക്കും. ട്യൂട്ടോറിയൽ വാദ്യന്മാരെല്ലാം പോവും. എവിടെയാ? സെക്രട്ടറിയുടെ മുമ്പ് പോയി കിടക്കും. വരുമ്പോ ആദ്യത്തെ റിസൾട്ട് നമുക്ക് പറഞ്ഞ ഓരോ ട്യൂട്ടോറിയൽക്കാരും മത്സരമാണ്. റിസൾട്ട് വരാൻ തുടങ്ങിയാൽ കൗണ്ട് ഡൗൺ ആരംഭിച്ചാൽ പിന്നെ വീട്ടിൽ ഊണില്ല, ഉറക്കമില്ല, അങ്ങനെ ഇരിക്കുകയാണ്. ആ SSLCയുടെ നല്ല കാലം, പവിത്രത, അതിന്റെ ആ അഭിമാനം എത്ര തലമുറ കടന്നു. SSLCയുടെ ആ വ്രതശുദ്ധി ഉണ്ടായിരുന്നല്ലോ, SSLCയുടെ ശക്തി. ആ SSLC പരീക്ഷയെ തേജോവധം ചെയ്ത ഉമ്മൻചാണ്ടിയുടെയും അബ്ദുൾ റബ്ബിന്റെയും ഭരണകാലം വീണ്ടും ചോദിക്കുന്നു, ഒരു വട്ടം കൂടി അടികൊടുക്കണം ചന്തയ്ക്ക്. അല്ലാതെ ഒരു വട്ടം കൂടി വേറൊന്നും കൊടുക്കാനില്ല, അല്ലാതെ വേറൊന്നുമില്ല. അബ്ദുൾ റബ്ബാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി.